വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ചരിത്രം എഴുതിയിരിക്കുകയാണ് ഇന്ത്യൻ യാത്രികൻ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ 41 വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമം കുറിച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു. 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഈ ഒരു 41 വർഷത്തോളമുള്ള ഒരു നീണ്ട കാത്തിരിപ്പിന് സന്തോഷത്തോടെയുള്ള വിരാമമാണ് കുറിച്ചിരിക്കുന്നത്. രണ്ടാമതായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേർ ചേർന്നാണ് ഈ 4 അംഗ സംഘത്തെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള പെഗ്ഗി വിറ്റ്സൺ ആണ് ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യം പ്രവേശിച്ചത്. പിന്നെ ശുഭാംശു ശുക്ലയും, ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയും, അതോടൊപ്പം തന്നെ ഹംഗറിയിൽ നിന്നും പോളണ്ടിൽ നിന്നും എത്തിയിട്ടുള്ള തിബോർ കാബുവും അവിടെ രണ്ടുപേരും ബഹിരാകാശ യാത്രികരായിട്ടുള്ള രണ്ടുപേരും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. എന്തായാലും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് കൃത്യം ഇന്ത്യൻ സമയം 12:01 വിക്ഷേപണം, ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം നടക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് 28 മണിക്കൂറുകൾക്ക് അധികമുള്ള ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഈ 4 അംഗ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. 28 മണിക്കൂറും വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത് എന്നത് തന്നെ ഏറ്റവും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ 4 പേരും, തിബോർ കാബുവും പെഗ്ഗി വിറ്റ്സണും സ്റ്റാവോസും അതോടൊപ്പം തന്നെ ശുഭാംശു ശുക്ലയും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 4:01 കൂടിയാണ് ഇവർ ഡോക്കിംഗ് പൂർത്തിയാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 4:01 ഡോക്കിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം തന്നെ ഒരുപാടധികം പ്രക്രിയകൾ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 5:55, 6 മണിയോട് കൂടിയാണ് ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഡോക്കിംഗ് പൂർത്തിയായതിനു ശേഷം സോഫ്റ്റ് ക്യാപ്ചറും അതോടൊപ്പം തന്നെ ഹാർഡ് ക്യാപ്ചറും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അവസാന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലെ പോസ്റ്റ് ഡോക്കിംഗ് ക്യാബിൻ കോൺഫിഗറേഷൻ, ആ ഒരു പരിശോധനയ്ക്കുമെല്ലാം ശേഷമാണ് ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. എന്തായാലും ചരിത്രം കുറിച്ചിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇനി ഏകദേശം 14 ദിവസത്തോളമാണ് സംഘം ബഹിരാകാശ നിലയത്തിൽ തുടരുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇനി അവിടുത്തെ രീതികളെല്ലാം, അല്ലെങ്കിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും പല കാര്യങ്ങൾ പരിശീലിക്കേണ്ടത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും നമ്മൾ ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം തന്നെ കണ്ട ഒരു കാര്യം, വളരെ ബഹുമാനത്തോടെയാണ് ഈ കൂടെ അല്ലെങ്കിൽ സ്വീകരിക്കാൻ എത്തിയ 11 പേരും വളരെ ബഹുമാനത്തോടെയാണ് എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെഗ്ഗി വിറ്റ്സണോട് ഏറ്റവും കൂടുതൽ ഇതിൽ പരിശീലനം അല്ലെങ്കിൽ പറക്കൽ പരിശീലനമുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ ഇതിൽ പെഗ്ഗി വിറ്റ്സൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെഗ്ഗി വിറ്റ്സണോട് ആ ഒരു പ്രത്യേക ബഹുമാനവും ആദരവും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ബഹിരാകാശ നിലയത്തിലേക്ക് 11 പേരും ചേർന്ന് വിവിധ രാജ്യങ്ങളിൽ, ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേർ ചേർന്നാണ് ഇവരെ 4 പേരെയും സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു പ്രത്യേക ബഹുമാനം പെഗ്ഗി വിറ്റ്സൺ ഇവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം വെള്ളമോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കോ എന്തോ കുടിക്കുന്നതെല്ലാം തന്നെ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാടധികം കാര്യങ്ങൾ അവിടെ ഇവർ പരിശീലിക്കേണ്ടതുണ്ട്. അവിടെ നടക്കേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും, ഇപ്പോൾ ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് പോലും അത് അവിടെ നിന്നും അല്ലെങ്കിൽ ആ ബഹിരാകാശ നിലയത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാങ്കേതിക തകരാറുകളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. എന്നാൽ അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു തന്നെയാണ് അവർ 4 പേരും അവിടെ വളരെ സന്തോഷത്തോടെ എല്ലാവരുമായി സംസാരിച്ച് നിൽക്കുന്നതെല്ലാം ഈ ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് അല്പം മുൻപ് വരെ ആ ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമായിരുന്നു. എന്തായാലും ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഒരുപാടധികം സന്തോഷത്തോടെ ഇനി ആകാശ ദൗത്യങ്ങൾക്ക് ചിറക് മുളയ്ക്കുകയാണ്. ഇന്ത്യയുടെ ആകാശ ദൗത്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിലൂടെ ചെയ്യാനുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ. ഒരുപാടധികമുള്ള ഒരു കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ യാത്രികൻ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ഡോക്കിംഗ് വിജയകരം. ശുഭാംശു ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.